ദശാബ്ദങ്ങളായി ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തനായ പ്രതിരോധ പങ്കാളിയാണ് റഷ്യ. ആ സൗഹൃദത്തിന്റെ ഏറ്റവും പുതിയ, എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളെ പോലും അമ്പരപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ത്യയുടെ ആവശ്യപ്രകാരം ഇന്ത്യക്ക് വേണ്ടി മാത്രം തങ്ങളുടെ അത്യാധുനിക 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനമായ സുഖോയ് 57 അപ്പാടെ പൊളിച്ചു പണിത് ഇരട്ട സീറ്റുകളുള്ള പുതിയ വിമാനം റഷ്യ ആകാശത്തേക്ക് ഉയർത്തിയിരിക്കുന്നു. ആഗോള പ്രതിരോധ വിപണിയിൽ ഇന്ത്യയുടെ ദീർഘവീക്ഷണത്തിനും ആവശ്യങ്ങൾക്കും റഷ്യ നൽകുന്ന വലിയ വിലയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഒപ്പം ഇന്ത്യയിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന അമേരിക്കൻ ആയുധ ലോബികൾക്കും നമ്മുടെ അയൽരാജ്യങ്ങൾക്കുമുള്ള ശക്തമായിട്ടുള്ള ഒരു താക്കീത് കൂടിയാണിത്. 2026 മെയ് 19 പ്രശസ്ത സുഖോയ് ടെസ്റ്റ് പൈലറ്റായ സെർജി ബോഗ്ദാന്റെ നേതൃത്വത്തിലാണ് ഈ പുതിയ 2 സീറ്റുള്ള സ്റ്റെൽത്ത് യുദ്ധവിമാനം വിജയകരമായി ആദ്യ പറക്കൽ നടത്തിയത്. ഇന്ത്യക്കാർക്ക് ഇങ്ങനെ ഒരു വിമാനം വേണമായിരുന്നു, അവർക്കായി ഞങ്ങൾ നിർമ്മിച്ചു എന്ന റഷ്യൻ മാധ്യമങ്ങളുടെ വാക്കുകളിൽ തന്നെയുണ്ട് ഈ നീക്കത്തിന്റെ പ്രാധാന്യം. ആധുനിക യുദ്ധമുഖത്ത് ഡ്രോണുകളെയും മറ്റു വിമാനങ്ങളെയും നിയന്ത്രിക്കാൻ ശേഷിയുള്ള ഒരു എയർബോൺ കമാൻഡ് സെന്റർ അഥവാ ആകാശത്തിലെ കമാൻഡ് സെന്റർ ആയിട്ടാണ് ഈ വിമാനങ്ങൾ പ്രവർത്തിക്കുക. മുൻപത്തെ സീറ്റിൽ പൈലറ്റ് വിമാനം പറത്തുമ്പോൾ പിൻ സീറ്റിൽ ഇരിക്കുന്ന വെപ്പൺ സിസ്റ്റംസ് ഓപ്പറേറ്റർക്ക് ഒക്കോട്നിക് പോലുള്ള കൂറ്റൻ സ്റ്റെൽത്ത് ഡ്രോണുകളെ യുദ്ധമുഖത്ത് കൃത്യമായി നിയന്ത്രിക്കാനാവും. നിലവിൽ ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തായ സുഖോയ് 30 MKI വിമാനങ്ങളിലെ കോക്പിറ്റ് മാതൃകയിലാണ് ഇതിന്റെയും നിർമ്മാണം. 2007 റഷ്യയുമായി ചേർന്ന് 5ാം തലമുറ യുദ്ധവിമാനം നിർമ്മിക്കാൻ FGFA എന്നൊരു സംയുക്ത പദ്ധതി ഇന്ത്യ ആരംഭിച്ചിരുന്നു. ഭാവിയിലെ യുദ്ധതന്ത്രങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് തങ്ങൾക്ക് ഇരട്ട സീറ്റുള്ള വിമാനം വേണമെന്ന് ഇന്ത്യ അന്ന് തന്നെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അന്ന് ആ സാങ്കേതിക വിദ്യ പൂർണ്ണമായും വികസിപ്പിക്കാൻ റഷ്യൻ നിർമ്മാതാക്കൾക്ക് കഴിഞ്ഞിരുന്നില്ല. എഞ്ചിൻ ഉൾപ്പെടെയുള്ള സാങ്കേതിക കാര്യങ്ങളിൽ കൂടുതൽ ഗവേഷണം ആവശ്യമായിരുന്നതിനാൽ 2018 ഇന്ത്യ ആ പദ്ധതിയിൽ നിന്ന് വിട്ടുനിന്നു. എന്നാൽ ആ സൗഹൃദം അവിടെ അവസാനിച്ചിരുന്നില്ല. പകരം ഇന്ത്യ അന്ന് വച്ച അതേ ആവശ്യങ്ങൾ പൂർണ്ണമായും ഉൾക്കൊണ്ട് സാങ്കേതിക വിദ്യ കൂടുതൽ പക്വതയിൽ എത്തിച്ചാണ് റഷ്യ ഇപ്പോൾ ഇന്ത്യക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. വിമാനത്തിൽ ഒരു പൈലറ്റിന് പുറമെ രണ്ടാമതൊരാൾ കൂടി വേണമെന്ന ഇന്ത്യയുടെ അന്നത്തെ കണക്കുകൂട്ടൽ എത്രത്തോളം ശരിയായിരുന്നു എന്ന് ഇന്നത്തെ ഡ്രോൺ യുദ്ധമുറകൾ റഷ്യയെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു. അതോടൊപ്പം തങ്ങളുടെ ഏറ്റവും വലിയ പ്രതിരോധ പങ്കാളിയായ ഇന്ത്യയെ പാശ്ചാത്യ രാജ്യങ്ങളുടെ സ്വാധീനത്തിലേക്ക് വിട്ടുകൊടുക്കാൻ റഷ്യ ഒരുക്കവുമല്ല. അമേരിക്ക തങ്ങളുടെ F-35 വിമാനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന സാഹചര്യം നിലവിലുണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ ഏത് അത്യാധുനിക പാശ്ചാത്യ വിമാനത്തെക്കാളും മികച്ച രീതിയിൽ സാങ്കേതിക വിദ്യ കൈമാറ്റവും ഇന്ത്യയുടെ സ്വന്തം ബ്രഹ്മോസ് അസ്ത്ര മിസൈലുകൾ ഘടിപ്പിക്കാനുള്ള സൗകര്യവും നൽകി ഇന്ത്യ റഷ്യ സൗഹൃദം കൂടുതൽ ഊട്ടിയുറപ്പിക്കാനാണ് റഷ്യയുടെ തീരുമാനം. ചുരുക്കത്തിൽ ചൈനയും പാകിസ്ഥാനും പുതിയ യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ സ്വന്തം 5ാം തലമുറ വിമാനമായിട്ടുള്ള AMCA പൂർണ്ണ സജ്ജമാകാൻ എടുക്കുന്ന സമയം അത്രയും സുരക്ഷിതമാക്കാൻ റഷ്യയുടെ ഈ ഓഫർ ഇന്ത്യയെ സഹായിക്കും. വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യ കണ്ട സ്വപ്നം ഇന്ന് റഷ്യ യാഥാർത്ഥ്യമാക്കുമ്പോൾ അത് 2 രാജ്യങ്ങൾക്കും ഗുണകരമാവുകയാണ്. അമേരിക്കൻ ആയുധ വിപണിക്ക് കൃത്യമായ ഒരു ചെക്ക് വയ്ക്കുന്നതിനൊപ്പം ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ തന്ത്രപരമായ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് കൂടി ഈ ഇരട്ട സീറ്റ് സുഖോയ് 57 അടിവരയിടുന്നു. ന്യൂസ് ഡെസ്ക്.